നമസ്കാരം. കീപ് 2024 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 2024 ജൂൺ 20 ആയിരുന്നു. ജൂൺ 20 അതിന് മുമ്പോ ആയിരുന്നു റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ നമ്മളെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുവരെ റിസൾട്ട് പ്രഖ്യാപിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇതിന് മുമ്പത്തെ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്തിരുന്നത് ഓഫ്ലൈനായിട്ടായിരുന്നു. ഈ ഒരു ഓൺലൈൻ ആവുന്നത് ആദ്യമായിട്ടാണ്. കേരള എൻട്രൻസ് ഓൺലൈൻ ആവുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണമാകാം ഒന്ന് ഈ ഒരു റിസൾട്ട് താമസിക്കുന്നത്. പിന്നുള്ളൊരു കാര്യം സാധാരണ രീതിയിൽ ഒരു ബാച്ചായിട്ടായിരുന്നു, അതായത് ഒരു ബാച്ചല്ല, ഒരു ദിവസം തന്നെ ആയിരുന്നു എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ ജൂൺ 5 മുതൽ 9 വരെ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. അതായത് പല ബാച്ചുകളായിട്ട് തിരിച്ച് എക്സാംസ് കണ്ടക്ട് ചെയ്തിരുന്നു. അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പും പല ക്വസ്റ്റ്യൻസും എൻട്രൻസ് കമ്മീഷണർ റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഏകദേശം 21ഓളം ക്വസ്റ്റ്യൻസാണ് പല ബാച്ചുകളിൽ നിന്നായിട്ട് എൻട്രൻസ് കമ്മീഷണർ റദ്ദാക്കിയിട്ടുള്ളത്. ഇത്തവണ നമ്മുടെ കേരള എൻട്രൻസ് എഴുതിയേക്കുന്നത് 1,13,447 സ്റ്റുഡൻസാണ് ഈ ഒരു കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഒരു റദ്ദാക്കിയ ക്വസ്റ്റ്യൻസ്, അതായത് ജൂൺ 5 നടത്തിയ പരീക്ഷയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസാണ് റദ്ദാക്കിയത്. പിന്നെ 6 നടത്തിയ എക്സാമിൽ നിന്ന് 2 ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ 7, 8 തീയതികളിൽ നടത്തിയ എക്സാംസിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് വീതവും, അതുപോലെ തന്നെ 9 നടത്തിയ എക്സാമിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ വീതമാണ് എൻട്രൻസ് കമ്മീഷണർ റദ്ദാക്കിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റദ്ദാക്കുന്നതുകൊണ്ടും ഇതിന് പുറകിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടായതുകൊണ്ടൊക്കെ ആയിരിക്കും റിസൾട്ട് വൈകിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഉടൻ തന്നെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് റിസൾട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുതിയതായിട്ട് ഇതുവരെ ഓഫ്ലൈൻ എക്സാം ആയിരുന്നു നടത്തിയിരുന്നത്. അപ്പം ഓൺലൈൻ എക്സാം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടും സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഒക്കെ നൽകിയത് CDT എന്ന് പറഞ്ഞുള്ള കമ്പനിയാണ്. അതായത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി. അത് തന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയാണ്. അത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനമാണ് ഈ ഒരു പരീക്ഷ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ പ്രൊവൈഡ് ചെയ്ത് ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ റിസൾട്ടൊക്കെ ഉടനെ വരും. സ്റ്റേ ട്യൂൺഡ്. ബൈ.